ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക തിരുസഭ പെസഹ തിരുനാൾ ആഘോഷിക്കുന്നു. ഓർമ്മകളുടെ ഉത്സവമാണ് പെസഹ തിരുനാൾ. നമ്മൾ ഓർത്ത് ആത്മീയരായി തീരാൻ യേശു ചെയ്ത 3 കാര്യങ്ങളാണ് പെസഹ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. ഒന്നാമത്, എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക കാട്ടിത്തന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യയായ സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദനെ കാണുവാനായി വരുന്നു. വളരെ ഭവ്യതയോടെ, സ്നേഹത്തോടെയും ആദരവോടെയും സിസ്റ്റർ നിവേദിതയെ സ്വീകരിച്ച് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ആ സഹോദരി കഴിച്ച പാത്രം കഴുകി വെച്ച് വിനയത്തിൻ്റെ മാതൃക കാണിക്കുന്നു. അത്ഭുതപ്പെട്ട് വിവേകാനന്ദനെ നോക്കി നിൽക്കുന്ന നിവേദിതയോട് സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി പഠിക്കണം. തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച ഗുരുവാണ് യേശു ക്രിസ്തു. അപ്രകാരം എല്ലാവർക്കും സ്വീകരിക്കാനുള്ള ഒരു മഹനീയ മാതൃക, എളിമയുടെ വിനയത്തിൻ്റെ മാതൃക. രണ്ടാമതായിട്ട്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഉറവിടവുമായ ദിവ്യകാരുണ്യം യേശു സ്ഥാപിച്ചു. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച് സ്വർഗത്തിന് അവകാശികളാകാൻ സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം സ്വീകരിച്ച് നമുക്ക് ആത്മീയരാകാം. മൂന്നാമതായി, ദിവ്യകാരുണ്യം നമുക്ക് തരുവാനായിട്ട് യേശു പൗരോഹിത്യം സ്ഥാപിച്ചു. പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം ഒരപ്പത്തെ ദൈവമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് നൽകുവാനായി മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരമായി ദൈവത്തിൻ്റെ വിളിയാണ് ഓരോ പൗരോഹിത്യവും. നമ്മൾ രക്ഷ പ്രാപിക്കുക, ദൈവത്തിന് സ്വന്തമാകാൻ ദൈവം സ്ഥാപിച്ച ഈ കുദാശകൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ആത്മീയരായി മാറാം. അതിനുള്ള കൃപ ഈ പെസഹ തിരുനാളിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ. പെസഹായുടെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. സർവശക്തനായ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.